രാവിലെയും അതുപോലെ വൈകുന്നേരം ഒരു 5 മണി കഴിഞ്ഞും നമുക്ക് ഗാർഡനിൽ ഇറങ്ങാൻ ഒരു പ്രത്യേക ഒരു ഫീലായിരിക്കും അല്ലേ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നതും എൻ്റെ കുഞ്ഞു ഗാർഡനിൽ ബോർഡർ ഗ്രാസ് കൊണ്ട് ഞാൻ ചെയ്ത കുറച്ച് ഇതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ശരിക്കും ബോർഡർ ഏറ്റവും ഭംഗിയായി ചെയ്യാൻ പറ്റുന്ന ചെടി ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ബോർഡർ ഗ്രാസ് ആണ്. നല്ല ഭംഗിയായിട്ട് നമ്മൾ ഒരൊറ്റ ലൈന്, അതായത് ഓരോരോ ലൈനിലും ഓരോ ചെടി വെച്ച് നമ്മൾ വെച്ച് കൊടുത്തതേ ഉള്ളൂ. ഇത് പെട്ടെന്ന് തന്നെ വളരും കേട്ടോ. 1 മാസം കൊണ്ട് തന്നെ ഇത് നല്ല തിക്കാകും. പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യാം. നീളവും വീതിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം. എന്താ പറയുന്നത്, മെയിൻറ്റെയിൻസ് ചെയ്യാനും നല്ല എളുപ്പമായിരിക്കും. ഒരു നല്ലൊരു ചെടി. ഞാൻ ഈ ബോർഡർ ചെയ്തതെല്ലാം ഒരേപോലെ ചെയ്തതല്ല കേട്ടോ. ആദ്യം ഒരു സൈഡിൽ ചെയ്തു, അത് സക്സസ് ആയെന്ന് കണ്ടപ്പം അടുത്ത ഇത് ചെയ്തു. അങ്ങനെ എൻ്റെ ഗാർഡനിൽ കൂടുതലും തന്നെ ഒരു ബോർഡർ ഗ്രാസ് കൊണ്ടുള്ള ഒരു ഇതാണ്. എനിക്കൊരുപാട് ഇഷ്ടമാണത്. എങ്ങനെ വെച്ചാലും അത് നന്നായിട്ട് വരില്ല. ചെടി പിടിക്കാണ്ടൊന്നും ഇരിക്കില്ല. നല്ല കറക്റ്റായിട്ട് നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അതേമാതിരി തന്നെ റിസൾട്ട് നമുക്ക് കിട്ടും. ഈ ഒരു ഏരിയ ട്രോപ്പിക്കൽ ഗാർഡൻ ആ ഒരു രീതിയിൽ ഞാൻ സെറ്റ് ചെയ്തതാണ് കേട്ടോ. ചെടികളൊക്കെ വളരെ കുറവായതുകൊണ്ട് തന്നെ ബോർഡർ ഗ്രാസ് ആണ് അവിടെയും ഞാൻ കൂടുതൽ വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. അതപ്പോൾ അവിടെ നിറഞ്ഞ് നിൽക്കുമ്പം തന്നെ ഒരു നല്ല ലുക്കല്ല. പിന്നെ അതിൻ്റെ ഉള്ളിലാണ് ബാക്കി കുറച്ച് ചെടിയൊക്കെ നമ്മൾ വെച്ചിരിക്കുന്നത്. ഫിലോഡെൻഡ്രോൺ ഉണ്ട്, മോൺസ്റ്റർ പ്ലാന്റ് ഉണ്ട്, ലക്കി ബാമ്പു ഉണ്ട്, കലേഡിയം ഉണ്ട്. അങ്ങനെ കുറച്ച് ചെടികളൊക്കെ മാത്രമേ വെച്ചിട്ടുള്ളൂ. പക്ഷേ അവിടുത്തെ ആ ഹൈലൈറ്റ് എന്ന് പറയുന്നതും നമ്മുടെ ബോർഡർ ഗ്രാസ് തന്നെ കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു നല്ല വീഡിയോയിലൂടെ വീണ്ടും കാണാം.